ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇടുക്കി ഡാം കാണാൻ പോവുകയാണ്. ഇടുക്കി ഡാം എപ്പോഴും നമുക്ക് തുറന്ന് കാണിക്കത്തില്ല, ചില സമയങ്ങളിലൊക്കെ ഉള്ളൂ, എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ അത് തുറന്നേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഇപ്പം ഞങ്ങൾ വെളുപ്പിന് പത്തനംതിട്ടയിൽ നിന്ന് പോയി. അപ്പോൾ പോകുന്ന വഴി പാലായിൽ പഴയടം രുചി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നെയ് റോസ്റ്റ്, ഇഡലി അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എല്ലാവരുടെയും ഇഷ്ടമനുസരിച്ച് അത് കഴിച്ചു. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോവുകയാണ്. തൊടുപുഴ വഴിയെ പോകുന്നത്. അപ്പം നാടുകാണി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നപ്പം ഒത്തിരി ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കും, നല്ല ഭംഗി കണ്ടപ്പോൾ. അപ്പോൾ അവിടെ എന്താണെന്നറിയാൻ വേണ്ടി കയറി നോക്കിയപ്പോൾ ഒത്തിരി ഹാങ്ങിങ് ഉണ്ട്. ജെയ്ഡ് വൈൻ എന്നാണ് അതിൻ്റെ പേര് അവർ പറഞ്ഞ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരു സീ ബ്ലൂ കളർ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആണെന്നേ തോന്നത്തുള്ളൂ, ഒരിക്കലും അത് ഫ്രഷ് ആണെന്ന് തോന്നത്തില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, താഴെ അതിൻ്റെ പൂവെല്ലാം വീണ് കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അയ്യോ ഇത് ഫ്രഷാണെന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ വിചാരിച്ചത് അത് ആരോ കെട്ടി ഇങ്ങനെ വച്ചേക്കുന്നതാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ, നല്ല കൊലയായിട്ട്. പക്ഷെ അത് ഒത്തിരി ഇങ്ങനെ അടുപ്പിച്ചില്ല, അടുപ്പിച്ച് ഈ ഓറഞ്ച് കളർ ഉള്ളതേ ഉള്ളൂ. മറ്റിങ്ങനെ വെറൈറ്റി ആയിട്ട് മാറി മാറി നിൽക്കുക, നിറയെ ഉണ്ടാവും അവർ പറഞ്ഞത്. അപ്പോൾ അത് നല്ല ഭംഗി കണ്ടിട്ട്. അതിൻ്റെ തൈയെല്ലാം കിട്ടും എന്നാണ് പറഞ്ഞത്, ചെടി നഴ്സറിയിലെല്ലാം. അപ്പോൾ അത് ഞാനിങ്ങനെ പോകുന്ന വഴി ഞങ്ങളത് ചെടി നഴ്സറിയിൽ ചോദിച്ചു, പക്ഷെ അവിടെ തീർന്നിരിക്കുക എന്ന് പറഞ്ഞു. അവരെ അറിയിക്കാമെന്ന് പറഞ്ഞ് നമ്പറൊക്കെ തന്നിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രസം, എന്ത് രസം. ഇങ്ങനെ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ഇങ്ങനെ പന്തലിട്ടിട്ടേക്കുക. അപ്പോൾ അതിനകത്ത് അവിടെ നിന്ന് ഞങ്ങളിത് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് വന്നൊരു ടീമുണ്ടായിരുന്നു. അവരും വന്നു, അവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ ഞാനും പെരുമ്പാവൂരാണ് പഠിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് അവരോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം, ഞാൻ പഠിച്ച നാട്ടിലാലോ എന്നത്. പിന്നെ എൻ്റെ വീട് എറണാകുളം ജില്ല തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി അവരെല്ലാം ഒരേ ജില്ലക്കാരുമായിരുന്നു. അവരും ഇടുക്കി ഡാം പിന്നെ രാമക്കൽമേടൊക്കെ കാണാനായിട്ട് അവരും വന്നേക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് പിന്നെ കുറേ നേരം അവരായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ അങ്ങനെ പിന്നെ അവിടെ ഒരു ടീ ഷോപ്പും കൂടെ ഉണ്ട്, ഒരു വീടും ടീ ഷോപ്പും കൂടിയാണ് ഈ ചെടി നിൽക്കുന്നിടം. പിന്നെ എല്ലാവരും അവിടെ നിന്നൊരു ടീ ഒക്കെ കുടിച്ച്, കാരണം ഏതായാലും ഇത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് അതൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ സീനറിയൊക്കെ കാണാനുണ്ട്, അകത്തോട്ട് പോയി. അതെല്ലാം പോയി കണ്ടു. കാനനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കുറച്ച് അകത്തോട്ട് പോകുമ്പോൾ. അവിടെ നിന്ന് കാണാൻ ഒത്തിരി നമുക്ക് മേളിൽ നിന്ന് കാണുമ്പോൾ ഒത്തിരി ദൂരോട്ടുള്ളൊരു ഇതുണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം, അതൊക്കെ കണ്ടു. പിന്നെ അവർ എല്ലാവരും കൂടി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് സംസാരിച്ച് അങ്ങനെ പിന്നെ അവിടെ നിന്നും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നും പോയി ഡാം കാണാനായിട്ട്. പക്ഷേ ഡാം നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാനൊക്കത്തില്ല. ഡാമിൻ്റെ അകത്തോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ നമ്മുടെ പേഴ്സ്, ചെറിയ പേഴ്സാണ്, ഈ പേഴ്സ് കൊണ്ട് ബാഗ് ഒന്നും കൊണ്ടുവരാനൊക്കത്തില്ല. ഫോണ് പിന്നെ വാച്ച് പിന്നെ അതുപോലെ ഒരു സംഭവം ബാഗൊന്നും കൊണ്ടുവരാനൊക്കത്തില്ല, കൈവച്ച് പോകാനേ ഒക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കാണാം. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഡാമിൻ്റെ ഒന്നും ഫോട്ടോയോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് നടന്നു പോയി കാണാം. അല്ലാതെ അവിടുന്ന് ബഗ്ഗിയുണ്ട്, ബഗ്ഗി കയറി പോവാം. അങ്ങനെ ഞങ്ങൾ ബഗ്ഗിയിലാണ് പോയത്. പിന്നെ കുറച്ച് നടക്കാൻ, 2 ഡാമുണ്ട്, ചെറുതോണി ഡാമും ആർച്ച് ഡാമും, ഇത് രണ്ടും കാണാം. പക്ഷെ പോയി കാണുമ്പോൾ അത് രസമാണ് കേട്ടോ. നല്ല നമുക്ക് അവിടെ പോയി നിന്ന് അവരെ ഓരോ ബഗ്ഗിയിൽ നമുക്ക് കാണുന്ന ഭാഗത്ത് വരുമ്പോൾ അവർ നിർത്തി നമ്മളെ ഇറക്കി കാണിച്ചു തരും. അപ്പം അങ്ങനെ കണ്ട് അങ്ങ് പോകാം. വെയിലാണ്, അപ്പോൾ അത് കാരണം ഏതായാലും അതിൽ പോയത് തന്നെ നന്നായി. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നപ്പം ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ പോയി കാണുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഈ ഡാം എല്ലാം കാണാം കേട്ടോ. അത് കുറച്ചുകൂടി നല്ലതാണ്, നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. പക്ഷെ അടുത്ത് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അകത്ത് പോയി കണ്ടതുകൊണ്ട്, മേളിൽ നിന്ന് നമ്മൾ ഗസ്റ്റ് ഹൗസിൻ്റെ ആ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ടതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആർച്ച് ഡാം ഏതാ, ചെറുതോണി ഡാം ഏതാന്നൊക്കെയുള്ള. ആർച്ച് ഡാമിന് ഷട്ടറില്ല, ചെറുതോണി ഡാമാണ് ഷട്ടർ തുറന്ന് വെള്ളം നിറയുമ്പോൾ ഇങ്ങനെ ഷട്ടർ പൊക്കുന്നത്. മറ്റേതിന് ഷട്ടറില്ല. പിന്നെ അവിടെ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്, അതെല്ലാം പണിക്കാരും ഉണ്ട്, പണി നടക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി പേര് ഇങ്ങനെ കാഴ്ചയ്ക്ക് കാണാൻ വരുന്നുണ്ട്. അവിടുത്തെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു മലയിൽക്കൂടെ തന്നെ ഇങ്ങനെ കയറി നമുക്ക് എളുപ്പത്തിൽ ഗസ്റ്റ് ഹൗസിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ഷോർട്ട് കട്ടിൽ കൂടെ കയറുന്നതാണ്. ഒരു മലയാണ് ചെറിയ, പക്ഷെ ആളുകളെല്ലാം നടന്ന് അവിടെ ഒരു വഴിയായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് നടന്നു പോകാം. പിന്നെ മഴ സമയത്തൊക്കെയാണെങ്കിൽ അട്ടയൊക്കെ കാണുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് മഴയൊക്കെ അതിന് 2 ദിവസമൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അട്ടയൊന്നും കണ്ടില്ല കേട്ടോ. അത് ഇച്ചിരി കയറ്റവുമാണ്, അങ്ങോട്ട് കയറി പോകണം. പിന്നെ വേരും എല്ലാം ഉണ്ട്, വേരും വള്ളിയും എല്ലാം ആയിട്ട്. അപ്പോൾ വള്ളിപ്പടർപ്പൊക്കെ കണ്ട് ഒരു രസം, അതൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് അങ്ങ് പോകാനായിട്ട്. അങ്ങനെ കയറി നമ്മൾ മെയിൻ റോഡിലേക്ക്, അതിലെ കയറി മെയിൻ റോഡിലേക്ക് എത്തും. ആ റോഡിൽ നിന്ന് പിന്നെ ക്രോസ് ചെയ്ത് വേണം ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ ഒത്തിരി കച്ചവടക്കാർ
ജ്യൂസ്, ഐസ്ക്രീം അങ്ങനെ എല്ലാ സാധനങ്ങളും കച്ചവടക്കാർ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്കുണ്ട്. അപ്പം നമുക്ക് കയറി വരുമ്പോൾ ദാഹമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം. കാരണം നമുക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നല്ലോ അങ്ങോട്ട്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊന്നും കുടിക്കാനും പറ്റിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് എല്ലാവരും ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, ജ്യൂസ് കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലേക്കും പോകുന്ന വഴി നമ്മുടെ ടാറിട്ട റോഡ് പോലെയുള്ള വഴി, അതിൻ്റെ സൈഡിലും കച്ചവടക്കാരുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. എല്ലാം കച്ചവടക്കാരാ കൂടുതലും, വലിയ കച്ചവടക്കാരല്ല, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. നമ്മളെവിടെ പോയാലും ഒരു ഓർമ്മയ്ക്ക് ആ സ്ഥലത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഇവിടെയും പോയപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോയി. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെയും ഉണ്ട് ഒരു വാച്ച്മാൻ ഉണ്ട്. നമ്മളെല്ലാം ഇതിന് ചാർജ് ഉണ്ട്. ചാർജ് എത്ര കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല എത്ര രൂപയെന്ന്. അപ്പോൾ അധികം പൈസയില്ല. സീനിയർ സിറ്റിസന് കുറവാ, അല്ലാത്തവർക്ക് കുറച്ചുകൂടിയും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഈ നടന്ന് പോകുന്ന വഴി അത് അങ്ങോട്ടുള്ളതാ വ്യൂ പോയിന്റിലേക്ക്. പക്ഷെ അത് നല്ലൊരു സംഭവമായിട്ടോ. അത് എല്ലാവരും ഇവിടെ പോയി ഒന്നുകൂടെയും കാണേണ്ടത് നല്ല. കാരണം ഡാം കണ്ടിട്ട് ഈ വ്യൂ പോയിന്റിങ്ങനെ പോയി കാണുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മൾ കണ്ട ഡാമിൻ്റെ മേളിൽ നിന്നുള്ള ഇത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. നല്ലൊരു രസമുണ്ട് കേട്ടോ. പിന്നെ അവിടെ നല്ല ഗാർഡനും ഒത്തിരി പൂക്കളും എല്ലാം ഉണ്ട്. കാണാനായിട്ടൊരു കുറച്ച് നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇരിക്കാനും തോന്നും. വെയിലാണെങ്കിലും ചെറിയ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റായിരുന്നു കേട്ടോ. കാറ്റും നല്ല തണുപ്പ് കാറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. അങ്ങനെ ഇത്രയും നടന്ന് നമ്മൾ കണ്ടു എന്നുള്ള ക്ഷീണമൊന്നുമില്ല. അവിടെ ഇരുന്ന് ഒത്തിരി സമയം വേണമെങ്കിൽ കാണാനൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളും കുറേ നേരമൊക്കെ കണ്ടു. പിന്നെ അവിടെയൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ ഈ ആർച്ച് ഡാമൊക്കെ നമുക്ക് ശരിക്കും കാണാം അവിടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ അടുത്ത് നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ, ദൂരെ നിന്ന് കാണുമ്പോൾ അത് വേറെ. പിന്നെ നടന്ന് എന്തായാലും അതൊക്കെ കാണുക ഒരു സന്തോഷമായിരുന്നു. എന്തായാലും അതൊക്കെ ഒന്ന് കാണണേ, നല്ലതാ. സമയം എനിക്കൊരു ക്രിസ്മസ് സമയത്ത് ഇനി ഓപ്പൺ ആവും ഈ ഡാം. അപ്പോൾ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓണസമയം അങ്ങനെ ഓരോ വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഇത് ഓപ്പൺ ആവുന്നത്. എപ്പോഴും ഓപ്പൺ അല്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് പറ്റുമെങ്കിൽ പോയി കാണുന്നത് നല്ലതാണ്. കാരണം നമ്മളിത് പടത്തിക്കിട്ടല്ലേ കൂടുതലും കാണുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പോയി കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. അതുപോലെ നല്ല സീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും സന്തോഷം ഇത് കാണുന്നത്. പിന്നെ സീനറി പോലെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിന് പ്രത്യേകതയല്ലേ. നല്ല ഡാമിൻ്റെ സൈഡൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കുറേ മരങ്ങളും എല്ലാം കൂടെ ആയിട്ട് അതിൽ വെള്ളത്തിനായാലും നല്ലൊരു കളറും നല്ല ഭംഗിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് കാണാം. ബാക്കി ഇപ്പോൾ കാണാമേ. ബാക്കി ഡാമും എല്ലാം ഒന്നുകൂടെയും കാണാം. ഞങ്ങൾ കണ്ടതാണ്, എന്നാലും ഒന്നുകൂടെ ഇതിൻ്റെ മേളിൽ നിന്ന് കാണാമേ.